തുടരാമോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ പോസ്റ്റ് ഇട്ട നീതു വിജയൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നീതു, പൂർണ്ണമായും താങ്കൾ ഈ പോസ്റ്റിൽ പറഞ്ഞതിനെ മനസ്സിലാക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഈ പോസ്റ്റ് ഇടേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഈ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടില്ല. അത് നമ്മളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി സംഘടനയിൽ നിൽക്കുന്ന ആള്, പൊതുപ്രവർത്തന രംഗത്തുള്ള ആള് എന്നുള്ള തരത്തിൽ ഏതൊക്കെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, എന്തൊക്കെ മുഖങ്ങൾ, പരിഹാസങ്ങൾ നേരിടേണ്ടി വരും എന്നതിനെക്കുറിച്ചും നമുക്ക് ധാരണയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യം എന്താണ്? അത് ഈ പാർട്ടി രാഹുലിനെതിരെ എടുത്ത നടപടി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോ അതിരിക്കവേ തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിനോട് കുറച്ച് വീഴ്ച. പക്ഷെ കഴിഞ്ഞ ദിവസം ഇപ്പൊ സഭയിലേക്ക് രാഹുൽ എത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ് എത്തിച്ചത്, എം ഷജീർ ഉൾപ്പെടെയുള്ള ആളുകൾ. ഒപ്പം കഴിഞ്ഞ ദിവസം അടൂരിലെ രാഹുലിന്റെ വീട്ടിൽ പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ അതും അവിടെ തുടരുന്നുണ്ടല്ലോ. രമേശ് പിഷാരടി മാത്രമല്ലല്ലോ. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നേതൃത്വ നിരയിൽ സംസാരിക്കുന്നുണ്ട്. ഇനി ആരും ഈ രീതിയിലുള്ള പ്രവണത കാണിക്കാൻ പാടില്ല. പാർട്ടി പുറത്ത് അച്ചടക്ക നടപടി വെറുതെ ഒന്നും അല്ലായിരിക്കും. അതെല്ലാം പാലിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. പാർട്ടിയോട് അടുത്ത് താല്പര്യമുള്ള ആരും പാർട്ടിക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടാനായിട്ട് നിൽക്കത്തില്ല. നീതു, നേതൃത്വം എങ്ങനെയാണ് ഇതിൽ പ്രതികരിച്ചത്? നേതൃത്വത്തെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓരോ സംഭവത്തിലും വരുന്ന ദിവസങ്ങളിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കും. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, ഒറ്റ കാര്യം കൂടി. നമ്മൾ ഓരോ സമയത്തും, അതായത് ഓരോ ഘട്ടത്തിലും, കഴിഞ്ഞ ദിവസം പോയതിലും നിയമസഭയിൽ എത്തിച്ചതിലുമൊക്കെ കോൺഗ്രസുകാർ മുന്നിൽ നിന്ന് ഇല്ലെങ്കിൽ കാണിക്കുന്ന പ്രോത്സാഹനം കണ്ട് നമ്മൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, സസ്പെൻഷനിലുള്ള ആളിനെ എന്തുകൊണ്ട് ഇങ്ങനെ? അത് ഒരു അങ്ങനെ കോൺഗ്രസുകാരായ നേതൃത്വ നിരയിലുള്ള ആരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് അവിടെ പോയിട്ടില്ല. എവിടെ പോയിട്ടില്ല? അതായത് അദ്ദേഹത്തിനൊപ്പം നിന്നിട്ടില്ല. അദ്ദേഹവുമായി പേഴ്സണലി ബന്ധമുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് കൂടെ നിന്നിട്ടുള്ളത്. അല്ല, അവരൊക്കെ കോൺഗ്രസിലുള്ളവരും കോൺഗ്രസിന്റെ ജനപ്രതിനിധികളും കോൺഗ്രസിൽ അംഗത്വമുള്ള ആളുകളുമാണ്. അവരെല്ലാവരും പാർട്ടിയുടെ അച്ചടക്ക നടപടി മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തവരായതുകൊണ്ടായിരിക്കാം. പാലക്കാട്ടെ ഒരു കൗൺസിലർ ഞങ്ങളോട് പ്രതികരിച്ചത് മെനഞ്ഞാന്നാണ്, കൃത്യമായി പറഞ്ഞാൽ മെനഞ്ഞാന്നാണ് ഈ സംഭവം പ്രതികരിച്ചത്. അത് പ്രതിപക്ഷ നേതാവ് പറയേണ്ടത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ആ രീതിയിൽ അത് കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾ പാലക്കാട്ടേക്ക് MLA കൊണ്ടുവരും, ഞങ്ങൾ ഏത് രീതിയിലും ആ പ്രതിഷേധങ്ങളെ എല്ലാം തടയും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ MLA ആയിട്ടല്ലല്ലോ. പിന്നെ അല്ല, ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ടാണ് പിന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ മുഴുവൻ, താങ്കളും അതിനെതിരെയാണല്ലോ സംസാരിക്കുന്നത്? അതെ അതെ അതെ, പാർട്ടിയോട് യോജിപ്പുള്ളവരെല്ലാം പാർട്ടിയുടെ നടപടികൾ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരായിരിക്കും. നിങ്ങളുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ടോ നേതൃത്വത്തിന്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, കൃത്യമായിട്ടുള്ള മറുപടി അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ പരാതിപ്പെടുന്നതിലും കാര്യങ്ങൾ അറിയിക്കുന്നതിലും? ഞങ്ങൾ അതിനെ കുറിച്ചിട്ട് വരുന്ന ദിവസങ്ങളിൽ എന്താണ് എന്നുള്ളത് മാധ്യമങ്ങളെ അറിയിക്കാം. ശരി, യൂത്ത് കോൺഗ്രസിനുള്ളിൽ എന്തെങ്കിലും ഭിന്നത നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലുണ്ടോ? വനിതകൾക്കെല്ലാം പൊതുവെ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഞാൻ മാത്രമല്ല, വരുന്ന ദിവസങ്ങളിൽ വനിതകളുടെയും പല അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ പറ്റും. സഭ കഴിയാൻ കാത്തിരിക്കുകയാണോ? അത് ഉടനെ അറിയാൻ പറ്റും. ശരി, താങ്ക് യു നീതു.